നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി കുറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം 14,000 ലിറ്റർ ഇന്ധനവുമായി വന്ന ടാങ്കർ ലോറി 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പുലർച്ചെ 12 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ നിസാര പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി ടാങ്കറിലുണ്ടായിരുന്ന ഇന്ധനം മറ്റൊരു വാഹനത്തിലേക്ക് സുരക്ഷിതമായി മാറ്റിയതിനാൽ വലിയൊരു അപകട സാധ്യത ഒഴിവാക്കി. ഫെബ്രുവരി 24 നടക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന് മാറ്റുകൂട്ടാൻ കുമരനെല്ലൂർ ദേശം കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ആവേശപൂർവ്വം നടന്നു. ഭക്തിസാന്ദ്രമായ ഭൂമി പൂജയോടെയാണ് പന്തൽ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ 12 വർഷമായി വിസ്മയ പന്തലുകൾ ഒരുക്കുന്ന മയൂര പന്തൽ വർക്ക്സ് ഉടമ യൂസഫിനെയും മകൻ കബീറിനെയും ചടങ്ങിൽ പൊന്നാട ചാർത്തി ആദരിച്ചു. ഇരുമ്പപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ AC മൊയ്തീൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 5.6 കോടി രൂപ ചെലവിൽ 36 മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. മഴക്കാലത്തിനു മുമ്പായി താഴെത്തട്ടിലെ ജോലികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ നിലവിൽ അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെയും ആലത്തൂർ മണ്ഡലത്തെയും പാടെ അവഗണിച്ച നടപടി കടുത്ത രാഷ്ട്രീയ വിവേചനമാണെന്ന് K. രാധാകൃഷ്ണൻ MP. തൃശൂർ മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ഹോസ്പിറ്റൽ നവീകരണം, കൊല്ലങ്കോട് തൃശൂർ റെയിൽവേ ലൈൻ, കേരള കലാമണ്ഡല വികസനം തുടങ്ങിയ മണ്ഡലത്തിലെ സുപ്രധാന പദ്ധതികൾക്കൊന്നും ബജറ്റിൽ തുക വകയിരുത്തിയില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സംസ്ഥാനം ആവശ്യപ്പെട്ട സ്പെഷ്യൽ പാക്കേജും എയിംസും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.